പടത്താനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കാത്തത് രോഗികളെ വലയ്ക്കുന്നു. കഴിഞ്ഞ 8-ാം തീയതി മുതൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഇവിടെ ഡോക്ടറുടെ സേവനം ലഭിക്കുന്നത്. ആശുപത്രിയിൽ സ്ഥിരമായി ഉണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയതോടെയാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തത്. നിലവിൽ എരുമേലിയിൽ നിന്ന് താൽക്കാലികമായി എത്തുന്ന ഒരു ഡോക്ടറാണ് ആഴ്ചയിലൊരിക്കൽ ഇവിടെ പരിശോധന നടത്തുന്നത്. ദിനംപ്രതി 50-ലധികം രോഗികൾ OPയിൽ എത്തിക്കൊണ്ടിരുന്ന ആശുപത്രിക്കാണ് ഈ ദുരവസ്ഥ. ഡോക്ടറുടെ സേവനം ആഴ്ചയിലൊരിക്കൽ മാത്രമായതോടെ സാധാരണക്കാരായ രോഗികളാണ് ദുരിതത്തിലായത്. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് വാങ്ങേണ്ടവർക്ക് പോലും ഡോക്ടറുടെ കുറിപ്പ് ഇല്ലാത്തതിനാൽ മരുന്ന് ലഭിക്കാത്ത സാഹചര്യമാണ്. ഇതോടെ നിർധനരായ രോഗികൾക്ക് മറ്റ് ദൂരസ്ഥലങ്ങളിലെ ആശുപത്രികളിലെ ആശ്രയിക്കേണ്ടി വരികയാണ്. ഒരു 60 പേഷ്യൻ്റെങ്കിലും ഡെയിലി വന്ന് മരുന്ന് മേടിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയാണ്. ഇപ്പോൾ ഒരു മാസത്തോളം ആയുള്ളൂ. ഇവരെ എന്തും ഡോക്ടർ ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടായിരുന്നു, മരുന്നും ഉണ്ടായിരുന്നു. നല്ല സേവനമാണ്, ബാക്കി ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഒരു മാസമായിട്ട് ആശുപത്രി ഡോക്ടറില്ല. അതുകൊണ്ട് ഒരു സാധനം ചെറിയൊരു പരിക്ക് വന്നാൽ നമ്മൾ മുണ്ടക്കാൻ പോകണം. അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്നുള്ളൂ. വേറെ നല്ല ഇതായിരുന്നു. ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കേസുമായിരുന്നു. ഒത്തിരി പേര് ഇതുകൊണ്ട് കഴിഞ്ഞു പോകുന്നില്ല. ഒരുപാട് പേര് രാവിലെ തൊട്ട് എന്നും ഒരു മണി വരെ എല്ലാ ദിവസവും ഡോക്ടറും ഉണ്ടായിരുന്നു. നല്ല ഇതുമായിരുന്നു, വളരെ ഇതായിരുന്നു. അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇന്ന് പോകുന്നതിന് വളരെ പാടായി. ഇപ്പോൾ മുണ്ടക്കയത്ത് പോകണം, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു. കൂട്ടിക്കൽ പഞ്ചായത്തിലെ പടത്താനം പ്രദേശക്കാർക്ക് പുറമെ മുണ്ടക്കയം പഞ്ചായത്തിലെ വേലനിലം, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ ചോലത്തടം തുടങ്ങി മലയോര മേഖലയിൽ നിന്നും നൂറുകണക്കിന് ആളുകൾക്ക് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ആശ്രയിച്ചിരുന്നു. കൂടാതെ പ്രദേശത്തെ അഗതി മന്ദിരത്തിലെ അന്തേവാസികളുടെയും ഏക ചികിത്സ ആശ്രയമായിരുന്നു ഈ കേന്ദ്രം. 11ഓളം ജീവനക്കാർ കാര്യക്ഷമമായാണ് ഇവിടെ സേവനം ചെയ്യുന്നത്. എന്നാൽ ഡോക്ടറുടെ അഭാവം മൂലം ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താറുമാറായതോടെ മേഖലയിലെ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്രയും വേഗം ഒരു സ്ഥിരം ഡോക്ടറെ നിയമിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം.